Now we are entering into the module 2. The first topic is temperature stress and the temperature stresses in composite bars. Composite bar നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതാണ്. ഇനി ഇവിടെ എക്സ്ട്രാ അറിയാൻ പോകുന്നത് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ സ്ട്രെസ് ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് ദ കോമ്പോസിറ്റ് ബാർ. സോ ആദ്യം തന്നെ നമുക്ക് ടെമ്പറേച്ചർ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു സപ്പോസ് ഒരു ബാർ, എനി മെറ്റീരിയൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ബാറിന് ദിസ് വിൽ ബി ട്രൈങ് ടു എക്സ്പാൻഡ്. അതേ സമയത്ത് ഈ ബാറിന് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തു. സോ ദർ വിൽ ബി റിഡക്ഷൻ ഇൻ ദ ലെങ്ത് ഓഫ് ദിസ് ബാർ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മെറ്റീരിയൽ ലെങ്ത് ഇത്രയായിട്ട് കുറയാം. ഇവിടെ അതേപോലെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ചേഞ്ചിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. സപ്പോസ് ഈ ഒരു എക്സ്പാൻഷൻ സമ്മതിക്കാതെ നമ്മളിതിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നു, ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചതാണ്, എന്നിട്ട് ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? പക്ഷെ ഇവിടെ റെസിസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു കംപ്രസീവ് സ്ട്രെസ് അവിടെ ഡെവലപ്പ് ചെയ്യും. ഈ എക്സ്പാൻഡ് ചെയ്യുന്ന മെറ്റീരിയലിനെ റെസിസ്റ്റ് ചെയ്തു, അപ്പോൾ ഒരു കംപ്രസീവ് സ്ട്രെസ് അവിടെ ഡെവലപ്പ് ചെയ്യും. അതേപോലെ ഇത് ശരിക്ക് ടെമ്പറേച്ചർ കുറഞ്ഞിരുന്നെങ്കിൽ ലെങ്ത് ഇത്രയായിരുന്നു ആവേണ്ടിയിരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് ഒറിജിനൽ ലെങ്ത് തന്നെ അവിടെ കൺസ്ട്രെയിൻ ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഫിക്സ് ചെയ്തു. അപ്പോൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് കോൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും, ലെങ്ത് കുറയാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ ഈ രണ്ട് സപ്പോർട്ട് തന്നെ റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ മെറ്റീരിയലിലൊരു ഇവിടെ പിടിച്ചു വെച്ചതല്ല, ഇങ്ങോട്ട് വലിഞ്ഞു വരണം. അപ്പോൾ ഒരു വലിവ് ബലം അല്ല ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അതായത് ഇവിടെ ടെമ്പറേച്ചർ എക്സ്പാൻഷൻ സമയത്ത് ഇതിനെ റെസിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ്സും, ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിനെ റെസിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, കൺസ്ട്രെയിൻ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒരു ടെൻസൈൽ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യപ്പെടും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന സ്ട്രെസ്സസ് ഡ്യൂ ടു ദിസ് ടെമ്പറേച്ചർ ചേഞ്ച് ഈസ് നോൺ ആസ് തെർമൽ സ്ട്രെസ്സസ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന് പറയും. സ്വാഭാവികമായിട്ടും സ്ട്രെസ് ഡെവലപ്പ് ചെയ്താൽ ദർ വിൽ ബി സ്ട്രെയിൻ. സോ ദേ ആർ നോൺ ആസ് തെർമൽ സ്ട്രെയിൻ. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന സ്ട്രെസ്സിനെയും സ്ട്രെയിനെയാണ് തെർമൽ സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിനെ റെസിസ്റ്റ് ചെയ്യുന്നു, കോൺട്രാസ്റ്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിനെ അവിടെ പിടിച്ചു നിർത്തുന്നു. അപ്പോൾ രണ്ട് മെറ്റീരിയൽ ടൈപ്പിലും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യപ്പെടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തെർമൽ സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ. നോട്ട് എഴുതിക്കോ. ടെമ്പറേച്ചർ സ്ട്രെസ് അല്ലെങ്കിൽ തെർമൽ സ്ട്രെസ്, thermal stress or temperature stress. The stresses developed due to change in temperature is known as thermal stresses. Stresses developed due to change in temperature is known as thermal stresses. അപ്പം അതിൻ്റെ ഒരു ചെറിയ പോയിന്റ് മാത്രമേ ആയിട്ടുള്ളൂ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. നെക്സ്റ്റ് ലൈൻ ചെയ്താ, when the free expansion or contraction is prevented, the material is subjected to thermal stresses. അടുത്ത പോയിന്റ് ഏതാ? if the expansion is prevented,
the material is subjected to compressive stress. If expansion is prevented, material is subjected to compressive stress and compressive strain. Material is subjected to compressive stress and compressive strain. At the point, if the material is prevented from free contraction, if the material is prevented from free contraction, it is subjected to tensile stresses and tensile strain. Subject to tensile stress and tensile strain. Okay, that's all. അപ്പോൾ അവിടെ എക്സ്പാൻഷനാണ് പ്രിവെൻറ്റ് ചെയ്യുന്നതെങ്കിൽ കംപ്രസീവ് സ്ട്രെസ്സും, കോൺട്രാക്ഷനാണ് പ്രിവെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സ്പാൻഷൻ നോക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ലൈൻ എഴുതാം. നെക്സ്റ്റ് ലൈൻ, കൺസിഡർ എ ബാർ ഓഫ് ലെങ്ത് L. Consider a bar of length L subjected to temperature change delta T. Subjected to temperature change delta T. Then the change in length delta L, the change in length delta L is proportional to delta T and L. Delta L is proportional to delta T and L. That is, delta L is equal to a constant into delta T into L. That is equal to alpha delta T L. Alpha delta TL. This alpha is known as coefficient of thermal expansion. Coefficient of thermal expansion. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടുന്നു? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു സം ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ. പക്ഷെ നമുക്കറിയാം ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ ഈ എല്ലും കൂടി കൊണ്ടുവരികയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. ദിസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ ആണ്, സ്മോൾ ഇ സ്ട്രെയിൻ ആണ്. എഗെയിൻ അപ്പോൾ ഇത് നമുക്കൊരു ഇക്വേഷനാക്കി എടുക്കാം. ചേഞ്ച് ഇൻ ലെങ്ത് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ. അടുത്തത് ഇതിൻ്റെ അകത്ത് ഇ എന്ന് പറയുന്ന സംഭവം എന്താ? സിഗ്മ ബൈ ഇ ആണ്, സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ്. സോ വിൽ ബി ഗെറ്റിംഗ് സിഗ്മ ബൈ ഇ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അത് ഒന്ന് റീ അറേഞ്ച് ചെയ്തതാണെങ്കിൽ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ സ്ട്രെയിൻ തെർമൽ സ്ട്രെസ്സിൻ്റെ എക്സ്പാൻഷൻ കിട്ടി. എന്താണ് തെർമൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഇ ആൽഫ ഡെൽറ്റ ടി ആൻഡ് ചേഞ്ച് ഇൻ ലെങ്ത് ഇസ് ഈക്വൽ ടു ദിസ്, അല്ലെങ്കിൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ദിസ് മച്ച്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ എഴുതാം. thermal stress is equal to, next line, thermal stress is equal to this one, sigma is equal to E into alpha into delta T. Thermal stress is equal to E into alpha into delta T. And next line, thermal strain is equal to thermal strain is equal to small e equal to alpha delta T. ഈ രണ്ട് ഇക്വേഷനും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ നോട്ടിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ആൽഫ ഡെൽറ്റ ടി ആൻഡ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് തെർമൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഇനി ഈ തെർമൽ സ്ട്രെസ്സും സ്ട്രെയിനും കോമ്പോസിറ്റ്
ബാറിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നോക്കാം. അതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാൻ പറ്റും. ഈ ഒരു തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാവുന്നു, സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ആൽഫ ഡെൽറ്റ ടി പറഞ്ഞു, അതിൻ്റെ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു. ഇത് പ്രാക്ടിക്കൽ എവിടെയാണ് ഇങ്ങനെ ഒരു സാധനം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കൊരു ബ്രിഡ്ജസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ബ്രിഡ്ജസിൽ പോകുന്ന സമയത്ത് ഓരോ ഗർഡറിൻ്റെ ഇടയിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ വണ്ടി ഇതിൽ പാസ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കേൾക്കുന്നു, കടകട സൗണ്ട് ഉണ്ടാവും അല്ലേ? എന്തിനാണ് ഈ സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന തെർമൽ എക്സ്പാൻഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതിന് പറയുന്നതാണ് തെർമൽ എക്സ്പാൻഷൻ ഗ്യാപ്പ്. എന്താ സംഭവിക്കുന്നത് അവിടെ? ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു മെറ്റീരിയലിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്താലാണ് സ്ട്രെസ് ഉണ്ടാവുക. പ്രിവെന്റ് ചെയ്തില്ലെങ്കിലോ ഒരു സ്ട്രെസ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഇവിടെ ഈ കോൺക്രീറ്റ് ബീം അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബ്, ഈ ഡെക്ക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വേനൽക്കാലത്ത് എക്സ്പാൻഡ് ചെയ്യപ്പെടും. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ കൊടുക്കുകയാണെങ്കിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നില്ല അല്ലേ? നമ്മളിതിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് സ്ട്രെസ് അറിയുന്നത്. അപ്പൊ നിങ്ങളോടൊരു കാര്യം ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടാൽ സ്ട്രെസ് ഉണ്ടാവുന്നില്ലല്ലോ. അതേപോലെ ഈ കോൺക്രീറ്റിനെ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. അതിന് പകരം ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതാണ് ബിൽഡിങ്ങിലായാലും ശരി 50 മീറ്ററിന്റെ ഇടയിൽ ഒരു തെർമൽ എക്സ്പാൻഷൻ ഗ്യാപ്പ് കൊടുക്കണം എന്നാ പറയാം. കണ്ടിന്യൂസ് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ 50 മീറ്റർ ഗ്യാപ്പ്, 50 മീറ്റർ കഴിയുമ്പോൾ ഒരു തെർമൽ എക്സ്പാൻഷൻ ഗ്യാപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ അവിടെ തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്താൽ തെർമൽ ക്രാക്സ് ഉണ്ടാവും, ടെമ്പറേച്ചർ ക്രാക്സ് വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ തെർമൽ ഗ്യാപ്പ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്ട്രെസ് ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടെമ്പറേച്ചർ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് ബാർസ്. കോമ്പോസിറ്റ് ബാറിൽ എങ്ങനെ ടെമ്പറേച്ചർ സ്ട്രെസ് ഉണ്ടാവും നോക്കാം. ഒരു കോമ്പോസിറ്റ് ബാർ എടുക്കാം. കോമ്പോസിറ്റ് ബാർ നമുക്കറിയാം, 2 മെറ്റീരിയൽസ് കമ്പൈൻഡ് ടുഗദർ, ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ സിംഗിൾ ഒബ്ജക്റ്റ്. സപ്പോസ് ഇത് ഈ ഒട്ടിക്കുന്നതിന് മുന്നേ സെപ്പറേറ്റ് ആയിരുന്നു വിചാരിക്കാം. അസംഷൻ മാത്രമാണ്, രണ്ട് സെപ്പറേറ്റ് ആയിരുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. രണ്ടിനും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ രണ്ട് തരത്തിലാണ്. സപ്പോസ് ആൽഫ 2 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ 1. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആൽഫ 2 കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ആൽഫ എന്ന് പറയുന്നത്. ചിലതിൽ കൂടുതലായിരിക്കും. അതിന്റെ അർത്ഥം ഒന്നിൽ ഈ കൂടുതലുള്ള മെറ്റീരിയൽസിൽ ഉണ്ടാവുന്ന ലെങ്ത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് മറ്റേനേക്കാൾ കൂടുതലായിരിക്കും. ഇത് 1 ഡിഗ്രി സെൽഷ്യസിൽ 1 mm ആണ് വലുതാവുന്നതെങ്കിൽ ഇത് ചിലപ്പോൾ 2 mm ഡെവലപ്പ് ആവും. ഈ ചേഞ്ച് ചെയ്യും ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട്. അപ്പോൾ തെർമൽ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കൂടുതലുള്ള മെറ്റീരിയൽ കൂടുതലായിട്ട് ലെങ്ത്തിൽ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് മെറ്റീരിയൽ പറഞ്ഞു, ആൽഫ 1 ആൽഫ 2. ആൽഫ 2 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ 1. അപ്പോൾ ടെമ്പറേച്ചർ എക്സ്പാൻഡ് ചെയ്തു അല്ലെങ്കിൽ ടെമ്പറേച്ചർ റേസ് ചെയ്തു. സംഭവിക്കുന്നു സ്വാഭാവികമായിട്ടും ഈ രണ്ട് മെറ്റീരിയലും എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. സപ്പോസ് ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ മെഷർ ചെയ്യുന്നുള്ളൂ, മറ്റു വേണ്ടി വിട്ടേക്കാം. ഇത് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ആൽഫ 2 കൂടുതലായതുകൊണ്ട് ഇത് കൂടുതൽ നീളത്തിൽ എക്സ്പാൻഡ് ചെയ്യപ്പെടും അല്ലേ? പക്ഷേ ഇത് ഫ്രീ എക്സ്പാൻഷൻ ആണ്, രണ്ടാളും ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ ഇങ്ങനെ. പക്ഷെ എന്താ സംഭവിക്കുന്നത് ആക്ച്വലി ഇവിടെ? ഇത് രണ്ടിനും ഒരു സിംഗിൾ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കമ്പൈൻഡ് ചെയ്ത് വെച്ചാണ്, ഒട്ടിച്ച് വെച്ചതാണ്. ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം എന്താ സംഭവിക്കുന്നത്? ഇത് ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റൂല ഇതിന്. കാരണം ഇതിന്റെ എക്സ്പാൻഷൻ കുറവായതുകൊണ്ട് ഇത് ഇതിന്റെ എക്സ്പാൻഡ് ചെയ്യാണ്ട് പിടിച്ചു നിർത്തും. അതേപോലെ ഇത് ഇത്ര എക്സ്പാൻഡ് ആവുന്നുള്ളൂ, പക്ഷെ ഇയാൾ കൂടുതൽ എക്സ്പാൻഷൻ ഉള്ളത് കൊണ്ട് ഇയാൾ ഇതിന് കൂടെ കൊണ്ടുപോകാൻ നോക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നു? ഇതിന് ആക്ച്വൽ ഉള്ള എക്സ്പാൻഷനേക്കാൾ കൂടുതൽ എക്സ്പാൻഷൻ സാധ്യതയുണ്ട്. ഇതിന് അതേപോലെ ആക്ച്വൽ എക്സ്പാൻഷനേക്കാൾ കുറച്ച് കുറഞ്ഞ ഒരു എക്സ്പാൻഷനെ സാധ്യത ഉള്ളൂ. മനസ്സിലായല്ലോ? ഇത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും, ഇയാൾ പിടിച്ചു വെക്കും. അതേസമയത്ത് ഇയാളെ വലിച്ചു കൊണ്ടുപോകാൻ ഇയാൾ നോക്കും.
അപ്പോൾ ഇൻ എഫക്റ്റ് എന്ന് സംഭവിക്കുന്നു, ഇത് കമ്പൈൻഡ് ആയിട്ട് ഏകദേശം ഇത്ര വരെയാണ്, രണ്ടാളും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എക്സ്പാൻഡ് ആവും. എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ, ദാറ്റ് ഈസ് ആൽഫ 1 ഉള്ള ഫസ്റ്റ് മെറ്റീരിയലിന്റെ ഇത്ര എക്സ്പാൻഡ് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ, അയാൾ ഇത്ര വരെ എക്സ്പാൻഡ് ആയി. അതേ സമയത്ത് ആൽഫ 2 ഇത്ര വരെ എക്സ്പാൻഡ് ചെയ്യപ്പെടണമായിരുന്നു, പക്ഷേ അയാൾക്ക് ഇത്രയും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ല, കുറഞ്ഞ ഉടനീളം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആൽഫ 2 എന്ന മെറ്റീരിയൽ ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു, പക്ഷെ ഈ ചങ്ങായിനെ കൊണ്ട് ഇത് ഇത്രേ പറ്റിയുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ മെറ്റീരിയൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. പിടിച്ചു വെച്ചതാണ്, മുന്നോട്ട് പോകാൻ പറ്റാതെ, ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കാതെ. അപ്പം അതുകൊണ്ട് ഈ രണ്ടാമത്തെ മെറ്റീരിയൽ ഒരു കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. അതേ സമയത്ത് ഈ മെറ്റീരിയലിൽ ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു, പക്ഷെ ഇയാൾ മറ്റേ വലിച്ചുവിടം വരെ എത്തിച്ചു, ഇത്ര എക്സ്ട്രാ ആയി. അപ്പോൾ ഈ ആദ്യത്തെ മെറ്റീരിയലിൽ ഒരു ടെൻസൈൽ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇൻ ഷോർട്ട്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കുറഞ്ഞ മെറ്റീരിയലിൽ ടെൻസൈൽ സ്ട്രെസ്സും കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കൂടിയ മെറ്റീരിയലിൽ ഒരു കംപ്രസീവ് സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്തു. ഇതാണ് ഒരു കോമ്പോസിറ്റ് ബാറിൽ തെർമൽ എക്സ്പാൻഷൻ കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചിനുണ്ടാവുന്ന എഫക്റ്റ്. ഇതേപോലെ തന്നെ ആയിരിക്കും കംപ്രസീവ് സ്ട്രെസ് ആയിട്ടുള്ള കൂടുതൽ കംപ്രഷൻ ഇയാൾ ശ്രമിക്കും, മറ്റേ കുറഞ്ഞ കംപ്രഷനേ ഉണ്ടാവുള്ളൂ, വീണ്ടും അതേപോലെ തന്നെ ഒരു സ്ട്രെസ്സസ് അവിടെ ഡെവലപ്പ് ചെയ്യും. നമ്മളപ്പോൾ ആ സൈഡ് നോക്കണ്ട, ഇത് മാത്രം ആലോചിക്കാം. തെർമൽ എക്സ്പാൻഷൻ ഇതിൽ കുറവായിരിക്കും, ഇതിൽ കൂടുതലായിരിക്കും. കൂടുതലുള്ള മെറ്റീരിയൽ കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, കാരണം ആക്ച്വലി എത്രയാണോ എക്സ്പാൻഡ് ചെയ്യേണ്ടത് അത്ര അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടൊരു കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ ഇവിടെ എക്സ്പാൻഷൻ കുറഞ്ഞ മെറ്റീരിയലിൽ ആക്ച്വൽ എക്സ്പാൻഷനേക്കാൾ കൂടുതൽ എക്സ്പാൻഷൻ മറ്റയാളെ കൊണ്ട് ഉണ്ടാവുന്നു, അതുകൊണ്ട് ഇവിടെ ഒരു തെർമൽ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഇതാണ് ഒരു കോമ്പോസിറ്റ് ബാറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഇനി ഇതെങ്ങനെ ഇക്വേഷനിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ മുന്നേ ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ എഴുതിക്കോ. തെർമൽ സ്ട്രെസ്സസ് ഇൻ കോമ്പോസിറ്റ് ബാർസ്. തെർമൽ സ്ട്രെസ്സസ് ഇൻ കോമ്പോസിറ്റ് ബാർസ്. എഴുതാം. In a composite bar, the material having lower coefficient of expansion, is subjected to tensile stress, and the material with higher coefficient of thermal expansion is subjected to compressive stress. എഴുതില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇതിൻ്റെ എങ്ങനെ പ്രോബ്ലത്തിലേക്ക് സോൾവ് ചെയ്യാൻ പറ്റും നോക്കണമെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് വേണം. ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ രണ്ടാമത്തെ മെറ്റീരിയൽ ഒരു കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു, ഒന്നാമത്തെ മെറ്റീരിയൽ ഒരു ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായാലും ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒന്നാമത്തെ മെറ്റീരിയൽ ടെൻസൈൽ സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്തത്, അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആര് ക്രിയേറ്റ് ചെയ്തു? രണ്ടാമത്തെ മെറ്റീരിയൽ. അതേപോലെ രണ്ടാമത്തെ മെറ്റീരിയൽ കംപ്രസീവ് സ്ട്രെസ്സാണ് ഉണ്ടായത്. ഈ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാവും, ഒരു കംപ്രഷൻ ഉണ്ടാവും. ഈ കംപ്രഷൻ ഉണ്ടാക്കിയത് ആരാ? ഒന്നാമത്തെ മെറ്റീരിയലാണ് അല്ലേ? അപ്പം നമുക്കൊരു കണ്ടീഷൻ കിട്ടി. ഒന്നാമത്തെ മെറ്റീരിയലിലെ ടെൻസൈൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, രണ്ടാമത്തെ മെറ്റീരിയലിൽ കംപ്രസീവ് ഫോഴ്സ് ഉണ്ട്. ഇക്വിലിബ്രിയത്തിലാവണം എന്തായിരിക്കണം? വേറെ ഫോഴ്സ് ഒന്നുമില്ല ഇവിടെ, എക്സ്റ്റേണലി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, ഒരു ഫ്രീ ആയിട്ടിട്ടൊരു കോമ്പോസിറ്റ് ബാറാണ്. അതിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണിത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ മെറ്റീരിയൽ ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ മെറ്റീരിയൽ ഒരു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എന്തായിരിക്കണം? ഒന്നാമത്തെ മെറ്റീരിയലിലെ
ടെൻസൈൽ ഫോഴ്സും രണ്ടാമത്തെ മെറ്റീരിയലിലെ കംപ്രസീവ് ഫോഴ്സും ഈക്വൽ ആയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ കിട്ടി. എന്തായിരിക്കും അത്? ടെൻസൈൽ ഫോഴ്സ് ഇൻ ഫസ്റ്റ് ഈസ് ഈക്വൽ ടു compressive force in second. That is sigma 1 A1 equal to sigma 2 A2. ഇതാണ് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ ഹെഡിങ് എഴുതി നോട്ട് എഴുതി താഴെ ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഫിഗർ ഒന്ന് വരയ്ക്കാം ഇവിടെ. ഓക്കെ, ഞാനൊന്ന് വരച്ചിടാം. ഇതാണ് കോമ്പോസിറ്റ് ബാർ വരച്ചു. ഇനി അതിൻ്റെ ആൻഡ് ദാറ്റ് ലെങ്ത് ഈസ് എൽ. ഇങ്ങനെ വരച്ചു. ഇത് ആൽഫ 1ഉം ഇത് ആൽഫ 2ഉം എഴുതാം. ആൽഫ 2 ഗ്രേറ്റർ ദാൻ ആൽഫ 1. ഇനി ഇതിൻ്റെ ആക്ച്വൽ എക്സ്പാൻഷൻ വരയ്ക്കാൻ പോവാണ്. ഇത്രത്തോളം വരയ്ക്കാം. താഴെ കൺസിഡർ എ കോമ്പോസിറ്റ് ബാർ ഓഫ് ലെങ്ത് എൽ. കൺസിഡർ എ കോമ്പോസിറ്റ് ബാർ ഓഫ് ലെങ്ത് എൽ. ലെറ്റ് ആൽഫ 1 and alpha 2 be the coefficient of thermal expansion. Alpha 1 and alpha 2 be the coefficient of thermal expansion of these materials. Coefficient of thermal expansion of these materials. Suppose alpha 2 is greater than alpha 1. Suppose alpha 2 is greater than alpha 1. Okay, as alpha 1 is less than alpha 2, as alpha 1 is less than alpha 2, the material 1 is subjected to tensile stress. The material 1 is subjected to tensile stress and material 2 is subjected to compressive stress. Material 2 is subjected to compressive stress. അടുത്ത ലൈൻ ഏതാ? The actual expansion of the material 1, actual expansion of the material 1 will be actual expansion of material 1, അതായത് ഇത്രയും will be greater than its free thermal expansion. Greater than its free thermal expansion. ഇതാണ് ഫ്രീ ആയിട്ട് തെർമൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. അതിനേക്കാൾ കൂടുതലായിരിക്കും ആക്ച്വൽ എക്സ്പാൻഷൻ. സോ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് മെറ്റീരിയൽ 1 ഈസ് ഗ്രേറ്റർ ദാൻ ഫ്രീ തെർമൽ എക്സ്പാൻഷൻ. രണ്ടാമത്തെ മെറ്റീരിയലോ? അടുത്ത ലൈൻ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് മെറ്റീരിയൽ 2 ഇത്രേ വരുന്നുള്ളൂ. Actual expansion of material 2 is less than, ഇത്രയും കുറവാണ്, less than the free thermal expansion. Actual expansion of material 2 is less than free thermal expansion. അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ലൈൻ ഏത്? കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിൽ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവും, അതുകൊണ്ട് അവിടെ ടെൻസൈൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. രണ്ടാമത്തെ മെറ്റീരിയൽ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവും, അതുകൊണ്ട് കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. ടെൻസൈൽ ഫോഴ്സ്
in material 1 equal to tensile force in material 1 equal to compressive force in material 2. Tensile force in material 1 equal to compressive force in material 2. അതിൻ്റെ കണ്ടീഷൻ എഴുതുമ്പോൾ P1 equal to P2, that is sigma 1 A1 equal to sigma 2 A2. This is the condition 1. Sigma 1 A1 equal to sigma 2 A2. അടുത്ത ലൈൻ എഴുതാം. Actual expansion of material 1 equal to actual expansion of material 2. Actual expansion of material 1 equal to actual expansion of material 2. ഇനി ആക്ച്വൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ മെറ്റീരിയലിനെ ടെമ്പറേച്ചർ ചേഞ്ച്, രണ്ടാൾക്ക് ഒരേപോലെ ടെമ്പറേച്ചർ ചേഞ്ച് ഉള്ളത് ഡെൽറ്റ ടി എൽ ലെങ്ത്, അതിൻ്റെ ആൽഫ 1 അറിയാം. തെർമൽ എക്സ്പാൻഷൻ എന്തായിരുന്നു? നമ്മൾ ആദ്യത്തെ പഠിച്ചിരുന്നു ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി എൽ എന്നറിയാം. അപ്പോൾ ഒന്നാമത്തെ മെറ്റീരിയലിൻ്റെ തെർമൽ എക്സ്പാൻഷൻ, ഫ്രീ തെർമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും? ആൽഫ 1 ഡെൽറ്റ ടി എൽ ആയിരിക്കും അല്ലേ? പക്ഷേ അത് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. തെർമൽ എക്സ്പാൻഷനേക്കാൾ കൂടുതലായിട്ട് ഒരു അഡീഷണൽ എക്സ്പാൻഷൻ കൂടി വന്നു. അതിന് കാരണം എന്താ? ആദ്യത്തെ മെറ്റീരിയൽ ഉണ്ടാകുന്ന ഡെവലപ്പ് ചെയ്യപ്പെട്ട സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ഒരു എലോങ്ങേഷനാണ്. സപ്പോസ് ആദ്യത്തെ മെറ്റീരിയലിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു, സിഗ്മ 1 ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ യങ്സ് മോഡുലസ് E1 ആണ്. അപ്പോൾ അവിടെ സ്ട്രെയിൻ വിൽ ബി സിഗ്മ 1/E1. അവിടുത്തെ ഡെൽറ്റ എൽ എന്തായിരിക്കും? ഡ്യൂ ടു ദിസ് സ്ട്രെയിൻ സിഗ്മ 1/E1 ഇൻറ്റു എൽ ആയിരിക്കും അല്ലേ? ഇതിവിടെ ആയിരുന്നു. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. സോ സിഗ്മ 1/E1 ഇൻറ്റു എൽ, ഇതാണ് ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് മെറ്റീരിയൽ 1. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതേപോലെ രണ്ടാമത്തെ മെറ്റീരിയലിനും ആക്ച്വൽ എക്സ്പാൻഷൻ ഉണ്ട്. തെർമൽ എക്സ്പാൻഷനേക്കാൾ കുറഞ്ഞ രീതിയിലുള്ളൊരു എക്സ്പാൻഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ആദ്യം ഉണ്ടാവുന്ന തെർമൽ എക്സ്പാൻഷൻ എഴുതാം. തെർമൽ എക്സ്പാൻഷൻ വിൽ ബി ആൽഫ 2 ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ. പക്ഷെ അതിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ഉള്ളത്, മൈനസ് സിഗ്മ 2/E2 ഇൻറ്റു എൽ. ഇതാണ് രണ്ടാമത്തെ മെറ്റീരിയലിൻ്റെ ആക്ച്വൽ എക്സ്പാൻഷൻ. ഇവിടെ നമുക്ക് ഈ എല്ലിനെ അങ്ങോട്ട് ഒഴിവാക്കാം, കാരണം എൽ കോമൺ ആണ്. സോ വിൽ ബി ഗെറ്റിംഗ് ആൽഫ 1 സിഗ്മ ടി പ്ലസ് സിഗ്മ 1/E1 ഈക്വൽ ടു ആൽഫ 2 ഡെൽറ്റ ടി പ്ലസ് മൈനസ് സിഗ്മ 2/E2. കിട്ടിയല്ലോ, ഇങ്ങനെ കിട്ടി. ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്താൻ പോവാണേ. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ആൽഫ 2 മൈനസ് ആൽഫ 1 ഇൻറ്റു ടി ഈക്വൽ ടു ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു സിഗ്മ 1/E1 പ്ലസ് സിഗ്മ 2/E2. ദിസ് ഈസ് ദ കണ്ടീഷൻ 2. ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ദ കോഎഫിഷ്യന്റ് ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു E1 പ്ലസ് E2, സ്മോൾ E1 സ്ട്രെയിൻ ആണുള്ളത് അല്ലേ? ഇങ്ങനെയും പറയാം. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഒന്നുകൂടി എഴുതി വെക്കുന്നു ഞാൻ, അത് ശരിക്ക് തറവായിരിക്കണം. സിഗ്മ 1 A1 ഈക്വൽ ടു സിഗ്മ 2 A2. രണ്ടാമത്തെ കണ്ടീഷൻ ആൽഫ 2 മൈനസ് ആൽഫ 1 ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു sigma 1/E1 plus sigma 2/E2. So these are the two conditions of thermal expansion. Okay, എഴുതി വെച്ചല്ലോ ഇത്രയും കാര്യങ്ങൾ. ഈ രണ്ട് ഇക്വേഷനും തറവായിരിക്കണം. അപ്പോൾ നമ്മൾ ഒന്ന് സംഗ്രഹിക്കാം.
തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞു. തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന എക്സ്പാൻഷൻ, അല്ലെങ്കിൽ തെർമൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സസ് ആണ്. അതിന് കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഉണ്ടാവും. ഫ്രീ എക്സ്പാൻഷനെ റെസിസ്റ്റ് ചെയ്താൽ കംപ്രസീവ് സ്ട്രെസ്സും, ഫ്രീ തെർമൽ ഫ്രീ തെർമൽ കോൺട്രാക്ഷനെ റെസിസ്റ്റ് ചെയ്താൽ ടെൻസൈൽ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും. അല്ലേ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് കംപ്രസീവ് സ്ട്രെസ്സും, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും. ഇനി കോമ്പോസിറ്റ് ബാർ ശരിക്കും ഫ്രീ ടു എക്സ്പാൻഡ് ചെയ്യാൻ, ഫ്രീ തെർമൽ എക്സ്പാൻഷന് രണ്ട് മെറ്റീരിയൽ ശ്രമിക്കും. പക്ഷേ രണ്ട് മെറ്റീരിയലും ഫ്രീ ആയി എക്സ്പാൻഡ് ചെയ്യാൻ മറ്റേ മെറ്റീരിയൽ സമ്മതിക്കില്ല. ഒരു മെറ്റീരിയലിനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ മറ്റേ മെറ്റീരിയൽ സമ്മതിക്കില്ല. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിനെ ആൽഫ കുറഞ്ഞ മെറ്റീരിയൽ പിടിച്ചു വെക്കും. അപ്പോൾ അതിൽ ഒരു കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഇനി അതേപോലെ തിരിച്ചു പറയുകയാണെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ കുറഞ്ഞ മെറ്റീരിയൽ കുറച്ച് ദൂരം എക്സ്പാൻഡ് ചെയ്യുള്ളൂ. പക്ഷേ രണ്ടാമത്തെ മെറ്റീരിയൽ കൂടുതൽ ആൽഫ ഉള്ളത് കൊണ്ട് ഒന്നാമത്തെ പിടിച്ചു വലിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ രണ്ടാമത്തെ മെറ്റീരിയലിൽ ഈ പറഞ്ഞ ആൽഫ കുറഞ്ഞ മെറ്റീരിയൽ ഒരു ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇൻ ഷോർട്ട്, ആൽഫ കുറഞ്ഞ മെറ്റീരിയലിൽ ടെൻസൈൽ സ്ട്രെസ്സും ആൽഫ കൂടിയ മെറ്റീരിയലിൽ കംപ്രസീവ് സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന്, ആൽഫ കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ടാവുന്ന ടെൻഷൻ ഈക്വൽ ടു ആൽഫ കൂടിയ മെറ്റീരിയലിലെ കംപ്രഷൻ. ദാറ്റ് ഇക്വേഷൻ ഈസ് σ1a1 ഈക്വൽ ടു σ2a2. രണ്ടാമത്തെ കണ്ടീഷൻ, ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് മെറ്റീരിയൽ 1 ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് മെറ്റീരിയൽ 2. അത് രണ്ടും സോൾവ് ചെയ്ത സമയത്ത് വിൽ ബി ഗെറ്റിംഗ് α2 മൈനസ് α1 ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു σ1/E1 പ്ലസ് σ2/E2. അപ്പം ഇത്രയും കാര്യങ്ങൾ തറവാക്കുക. നമുക്കിനി പ്രോബ്ലത്തിലേക്ക് പോകാം.